ദൈവത്തിന് ദൈവമേ എന്ന് പറഞ്ഞാണ് നേരം എടുത്തെഴുന്നേറ്റ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് അമ്മാരത്തുമുക്കിൽ വച്ച അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കണ്ടത്. അവിടെ നിന്നും ഒരു അത്ഭുതകരമായ രക്ഷപ്പെടൽ, അല്ലെങ്കിൽ ഒരു എന്താണ് പറയുക, ഒരു പുനർജന്മം ലഭിച്ച് തിരികേക്ക് വന്ന ഓമനയമ്മ ഇപ്പോൾ മീഡിയവിനോടൊപ്പം ചേരുകയാണ്. അമ്മ, ആ വീഡിയോ കണ്ടായിരുന്നു പിന്നീട് എപ്പോഴേലും അപകടത്തിൻ്റെ? കണ്ട്. എന്ത് തോന്നുന്നു കണ്ടിട്ട്? ഒരു തിരിച്ചുവരവല്ലേ ജീവിതത്തിലേക്ക് ഉണ്ടായിരിക്കുന്നത്? തന്നെ തിരിച്ചു വരേണ്ട കാര്യം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. എന്തിനായിരുന്നു അമ്മ അവിടെ ജോലിനായിട്ട് പോയതായിരുന്നു? ജോലി കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ഞാൻ ഇച്ചിരി ചെന്ന് ഏതെങ്കിലും ഒക്കെ ഇച്ചിരി ഒതുക്കി വെച്ചിട്ട് ഈ ബസ്സിനകത്തിന് പോരും. അതിന് വേണ്ടിയിട്ട് പോയതാണ്. സ്ഥിരം ആ റോഡ് ക്രോസ് ചെയ്യുന്ന ആളല്ലേ? തന്നെ. ബസ് അവിടെ വന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ വന്നതാണ്. അമ്മയും പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല, എനിക്ക് തോന്നുന്നു ബസ്സിലെ ആളും പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല തന്നെ. അപകടം പെട്ടെന്ന് കഴിഞ്ഞു. അതിന് ശേഷം എങ്ങനെ ആളുകളൊക്കെ ഓടിക്കൂടി എന്താ പറഞ്ഞേ? ഈ ആസ്പത്രി കൊണ്ടുപോകാൻ പറഞ്ഞു. എനിക്കങ്ങനെ ഒന്നും നിൽക്കാൻ വയ്യ. കയ്യിലിങ്ങനെ തലയിൽ കൂടെ ബ്ലഡ് വന്നുകൊണ്ട് എനിക്ക് ഒന്നും നിൽക്കാൻ വയ്യ. അങ്ങനെയുള്ള ഇതിൽ ഞാൻ പിന്നെ ഓട്ടോ വിളിച്ച്, എൻ്റെ ഈ ഫോണുണ്ടായിരുന്നു, അത് ഒരാൾ വിളിച്ച് എടുത്തുകൊണ്ട് പോയി. ഞാൻ എന്നിടത്ത് കൊടുത്തവരെയൊക്കെ വിളിച്ച് അവരപ്പോഴേ വന്നു. അവരപ്പോഴേ വന്ന് പൈസയായിട്ടൊക്കെ വന്ന് എല്ലാം ചെയ്ത്. ഈ പരിക്ക് കാലിനൊക്കെയാണ് പരിക്ക് പറ്റിയേക്കുന്നത്, വേറെ എന്തൊക്കെയാ ബുദ്ധിമുട്ടുള്ളത്? പരിക്ക് കാലിനും തലക്കേ ഉള്ളൂ, അല്ലാതെ ബുദ്ധിമുട്ടൊന്നുമില്ല. ചതവ്. ഈ അമ്മ വീഴുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ട് ആളുകൾ പറയുന്ന ഉടനെ ഒരു ലോട്ടറി എടുക്കണമെന്നാണ്. ഭാഗ്യമുണ്ടെന്നാണ് പറയുന്നത്. ലോട്ടറിയും വേണ്ട, ഒന്നും വേണ്ട. ദൈവം കാത്തത് തന്നെ അതെനിക്കറിയാം. വിശ്വാസിയാണ്. ദൈവമേ എന്ന് പറഞ്ഞാണ് നേരം എടുത്തെഴുന്നേറ്റ്. ഇപ്പോഴും കൈയൊക്കെ വിറയ്ക്കുന്നു, പേടി ഇപ്പോഴും മാറിയില്ലേ? അപ്പോൾ എന്തായാലും 70ാമത്തെ വയസ്സിലൊരു പുനർജന്മം ലഭിച്ചിരിക്കുകയാണ്. എനിക്ക് ജന്മം വേണ്ടായിരുന്നു. മകള് കൂടെ ചേരുന്നുണ്ട്. അമ്മ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. അമ്മയ്ക്കും പ്രശ്നങ്ങളില്ല, വാങ്ങിയ സാധനങ്ങൾക്കും പ്രശ്നമില്ല എന്നാണ് പറഞ്ഞു കേട്ടത്. എന്തായിരുന്നു? മുട്ട എന്തിരണ്ടേക്ക് വാങ്ങിക്കൊണ്ട് വരികയായിരുന്നു. മുട്ട 2-4 മുട്ടിയതേ ഉള്ളൂ, ബാക്കി മുട്ടയ്ക്കും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഈ അപകടത്തിന് ശേഷം വണ്ടിയുടെ ഡ്രൈവർ ആരെങ്കിലും കാണുകയോ വിളിക്കുകയോ ചെയ്തോ? മക്കളെയൊക്കെ വിളിച്ചെന്നു, നമുക്ക് കേസൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞു. അവരും കൂടെ ആശുപത്രിയിൽ ആരണ്ടയ്ക്ക് പോയിരുന്നു, കണ്ട്രാക്കോ ആരണ്ട കൊണ്ടുപോയായിരുന്നു ആശുപത്രിയിലും കൂടെ. അവരും അമ്മയെക്കാളും പേടിച്ചെന്നാണ് എനിക്കറിയാൻ. തന്നെ അങ്ങനെ തന്നെയാണ്, അവർ പേടിച്ചു പോയി. ഇനിയിപ്പോൾ ഇത് പെട്ടെന്നങ്ങ് സുഖവും, വീണ്ടും എങ്ങനെയാ പേടിയൊക്കെ മാറ്റി വെച്ച റോഡിലേക്ക് ഇറങ്ങുകയല്ലേ? റോഡിൽ ഇറങ്ങാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ, അതാണ്. എല്ലാം മേടിച്ചു കൊണ്ട് വരണം, കഴിക്കാൻ. ജോലിക്ക് പോയില്ലെങ്കിലും വീട്ടിലും എല്ലാം മേടിച്ചിട്ടൊന്ന് വേറെ അവർ വേറെയാണ്. എന്താ മക്കളൊക്കെ ഇപ്പം എന്താ പറയുന്നേ ഇതൊക്കെ കണ്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ട്? മാമഴക്ക് പറയാൻ സ്നേഹം കൊണ്ട് എല്ലാവരും ഒക്കെ വന്നപ്പോൾ ഇത്തിരി കൂടെ അവർ ഡ്രൈവറല്ലേ. ഡ്രൈവറിനെ കുറ്റം പറയുന്നില്ല, ഇത് സംഭവിച്ചു പോയി പെട്ടെന്ന്.
അമ്മ വിചാരിക്കുന്ന അമ്മയെ കാത്ത് ഈ വണ്ടി അമ്മയെ കണ്ടുകൊണ്ട് നിർത്തിയിട്ട് ആളിനെ കയറി അമ്മയെ കണ്ടെന്നാണ് അമ്മ വിചാരിക്കുന്നത്. എന്താ അമ്മ ഇനിയിപ്പോൾ റോഡിലേക്ക് ഇറങ്ങുന്നവരടുത്ത് ഒന്ന് ശ്രദ്ധിക്കാൻ പറയണ്ടേ നമുക്ക്? പറയണം. അല്ലെങ്കിൽ അവിടെ ഒരു അപകട സ്ഥലമാണ്. അവിടെ നിന്നും വരും, ഇവിടെ നിന്നും വരും, അങ്ങനെയും വരും. അത് നോക്കിയ ആൾക്കാർ അപ്പുറം ഇപ്പുറം കഴിയും. ഇനിയിപ്പോൾ എന്താ ഒരു പുനർജന്മം ലഭിച്ചു വന്നത് അത്യാവശ്യമാണ്. ഇനി എന്താണ് വലിയൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ എവിടെയെങ്കിലുമൊക്കെ പോകണോ അങ്ങനെ എന്തെങ്കിലും? ആഗ്രഹമൊന്നുമില്ല. ജീവിക്കുക ജീവിക്കാനുള്ള മാർഗം എന്തായാലും അവരും പറയുന്നതാണ്. വീട്ടിൽ നിന്ന് എന്തൊരു ചെയ്യും അമ്മ എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഓമന അമ്മ ഒരു 2ാം ജന്മത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ആരോഗ്യപരമായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു ഒരു വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്തായിരുന്നു അപകടം സംഭവിച്ചത്. പക്ഷേ ആ ബസ്സുകാരും പേടിച്ചു. അവരും അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്യുന്നുണ്ട്. ഒറ്റ കാര്യമേ അമ്മയ്ക്കും പറയാനുള്ളൂ, റോഡിലേക്ക് ഇറങ്ങുന്നവർ ഒരു തവണയല്ല പലതവണ ശ്രദ്ധിച്ചതിന് ശേഷം റോഡ് മുറിച്ച് കടക്കുക. അത് വാഹനങ്ങളും കാൽനട യാത്രക്കാരും അങ്ങനെ തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. കൊല്ലത്ത് നിന്ന് അൻസമാനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.